രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പെൺകുട്ടിയുടെ മൊഴിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തുവരുമ്പോൾ വളരെ ക്രൂരമായ ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ആദ്യം വലിയമല സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ്. ഇന്നലെ തന്നെ MLA ഓഫീസ് പൂട്ടിയിറങ്ങിയ രാഹുൽ നാട് വിട്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അറസ്റ്റിനെ ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. അതേസമയം ഒളിയിടത്തിൽ ഇരുന്നു കൊണ്ട് ജാമ്യത്തിനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുവരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കാം. ഈ കേസിൽ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിന്റെ FIR-ൽ പറയുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ അടങ്ങിയതാണ് ഈ FIR. ഈ FIR-ന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. 2025 മാർച്ച് 17 യുവതിയെ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതായി ഈ FIR-ൽ പറയുന്നു. 2025 ഏപ്രിൽ 22 തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ പീഡിപ്പിച്ചു. 2025 മെയ് അവസാന വാരം പാലക്കാടുള്ള MLA-യുടെ ഫ്ളാറ്റിൽ വെച്ചും പീഡനം നടന്നു. 2025 മെയ് 30 ഗർഭഛിദ്രത്തിന് വേണ്ട ഗുളികകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്ത് വഴി കൈമാറി. MLA-യുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ FIR-ൽ പറയുന്നു. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ FIR-ൽ പറയുന്നത്. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ സുഹൃത്ത് വഴിയാണ് ഈ ഗുളിക എത്തിച്ചത്. അത് പെൺകുട്ടി കഴിക്കുന്നുണ്ട് എന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നതാണ് ഈ FIR-ൽ പറയുന്നത്. ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളാണ് ഈ യുവതി നേരിട്ടത്. അങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ ധാരാളം അനുഭവിച്ചതിന്റെ കെടുതികൾ ഉൾപ്പെടെ ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെയാണ് ഈ പെൺകുട്ടി സമീപിച്ചത്. അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സുഹൃത്തിനുമെതിരെ, ഈ ഗുളിക എത്തിച്ച സുഹൃത്തിനുമെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന സാഹചര്യം. അടൂർ സ്വദേശിയായ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് ഗുളിക എത്തിച്ച് നൽകിയ കേസിലാണ് ഈ സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭഛിദ്രമാണ് രാഹുലിനെതിരായ പ്രധാനപ്പെട്ട കുറ്റം. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയെന്നതാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. കുട്ടി ഉണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി നശിക്കും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഗുളിക നൽകി അത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ലൈംഗികാതിക്രമം നടത്തിയെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാത്തതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഓരോ വകുപ്പും കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയും എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ BNS 62(2)F അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ബലാത്സംഗം എന്ന വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു. BNS 64(2)M ആവർത്തിച്ചുള്ള ബലാത്സംഗം. ഈ മൂന്ന് കാര്യങ്ങളും, ഈ മൂന്ന് കുറ്റങ്ങളും, ഒപ്പം തന്നെ BNS 2H ഗർഭിണിയാകുമെന്ന അറിവോടെയുള്ള ബലാത്സംഗം, ഇത് മൂന്നും ജാമ്യമില്ലാത്ത കുറ്റമാണ്. ജാമ്യമില്ലാത്ത കുറ്റം എന്നതിനൊപ്പം തന്നെ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവം, ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. 3 ജാമ്യമില്ലാ കുറ്റം, അതിനൊപ്പം തന്നെ BNS 89 നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കൽ ജാമ്യമില്ലാ കുറ്റമാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. BNS 316 വിശ്വാസവഞ്ചന 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിരിക്കുന്നു. BNS 351 ഭീഷണിപ്പെടുത്തൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. BNS 329 അതിക്രമിച്ചു കടക്കുക 3 മാസം വരെ തടവും പിഴയും ലഭിക്കാം. ഈ പെൺകുട്ടിയുടെ വസതിയിൽ അതിക്രമിച്ചു കടന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു. BNS 116 കഠിനമായ ദേഹോപദ്രവം ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ടോടെയാണ് പെൺകുട്ടി പരാതി നൽകിയ വിവരം പുറത്തുവരുന്നത്. ഇന്നലെ പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. കണ്ണാടി പഞ്ചായത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ പരാതി നൽകിയെന്ന വിവരം വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഓഫീസ് പൂട്ടി ഇറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.
തന്റെ ഔദ്യോഗിക വാഹനം മാറ്റി മറ്റൊരു സുഹൃത്തിന്റെ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. നമ്മൾ ഇന്നലെ ഇതേ സമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പൂട്ടിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നേരം വൈകുന്നേരത്തിൽ ഉൾപ്പെടെ കണ്ടതാണ്. ഓഫീസ് പൂട്ടി അപ്പോൾ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പിന്നീട് ആർക്കും ഒരു വിവരവുമില്ല. ഇന്ന് 2 ഓഫീസ് സ്റ്റാഫുകൾ എത്തി ആ ഓഫീസ് ഒന്ന് തുറന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നത് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഔദ്യോഗിക വാഹനം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടില്ല. ഇന്ന് 2 തവണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആകുന്നു, പിന്നീട് ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ആകുന്ന സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നാട് വിട്ടിരിക്കുകയാണ്. ഒരു അറസ്റ്റ് ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെ ജനങ്ങളെ ഉപേക്ഷിച്ച് നാട് വിട്ടിരിക്കുന്നു. തനിക്ക് കാല് കുത്തി നടക്കാൻ പറ്റുമെങ്കിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനെത്തും എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാലുപയോഗിച്ച് ഓടി മറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, ഒളിച്ചോടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തമിഴ്നാട് കടന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. കോയമ്പത്തൂരിൽ ഉണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ 2 തവണ ഓൺ ആയതുകൊണ്ട് തന്നെ പോലീസിന് അത് ട്രാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് കർണാടകയിലെ ഒരു പ്രമുഖ നേതാവിന്റെ ഫാം ഹൗസ് ഉള്ള സ്ഥലമാണ് എന്നതൊക്കെ വാർത്തകളായി വരുന്നുണ്ട്. എത്രമാത്രം അതിലൊക്കെ കൃത്യതയുണ്ട് എന്നത് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കർണാടകത്തിലെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഫാം ഹൗസിൽ ഒളിച്ചിരിക്കുന്നു രാഹുൽ എന്നതിന്റെ സൂചനകളൊക്കെയാണ് വരുന്നത്. എന്തായാലും അങ്ങനെ ഒളിച്ചോടിയിരിക്കുകയാണ് രാഹുൽ. അതിന് അവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ പ്രയോജനപ്പെടുത്തുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് കടക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് അതിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചോടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരുന്ന് മുൻകൂർ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുകയാണ്. നേരത്തെ തന്നെ അഭിഭാഷകനുമായി ആശയവിനിമയങ്ങൾ തുടങ്ങിയിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. ഏതൊക്കെ തരത്തിലാണ് ന്യായീകരണങ്ങൾ നിരത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തനിക്ക് പെൺകുട്ടിയുമായി ദീർഘകാലത്തെ സൗഹൃദമുണ്ടായിരുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണ്, മറ്റെല്ലാ വിധത്തിലുള്ള ആരോപണങ്ങളും നിഷേധിക്കുകയാണ്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുന്നു. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പെൺകുട്ടിയോടുണ്ടായിരുന്നത് സൗഹൃദമാണ് എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി ഈ പെൺകുട്ടിയുടെ പരാതി വന്നതിന് ശേഷം വന്നിട്ടുള്ള ഏക റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സമൂഹ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റ് മാത്രമാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം നിയമപരമായി നേരിടും എന്നതാണ്, സത്യം ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിച്ചത്. ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. ഇങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. ഒരു അറസ്റ്റ് ഒഴിവാക്കുക എന്നതാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ശ്രമവും അതിലാണ്. ദീർഘകാലമായി ഒരു സൗഹൃദ ബന്ധം മാത്രമാണ് ഈ പെൺകുട്ടിയോട് ഉള്ളതെന്ന് പറയുന്നു. പീഡനാരോപണം നിഷേധിക്കുന്നു. ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ മൂവ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക സംഘമാണ് എന്തായാലും ഈ കേസ് അന്വേഷിക്കുക. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. DCPയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം. വേണമെങ്കിൽ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്താനുള്ള സാഹചര്യവും ഉണ്ട് എന്നതാണ് അറിയുന്നത്. ഈ നേമം സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്നുള്ളതുകൊണ്ടാണ് നേമം സ്റ്റേഷനിലേക്ക് ഈ FIR കൈമാറിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ADGP ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കുക. യുവതിയുടെ രഹസ്യ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. അത് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുക എന്ന ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ രാഹുലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി വരുന്നു. രാഹുൽ എവിടെയുണ്ട് എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ട്രാക്ക് ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകളാണ് വരുന്നത്. മുൻകൂർ ജാമ്യം നേടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കും എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകാം എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഇതുവരെ തനിക്കെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞ് എല്ലാം നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെങ്കിൽ ആ പരാതി ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അതിൽ കേസെടുത്തിരിക്കുന്നു. അതിന്റെ FIR പുറത്തു വരുമ്പോൾ
അതിഗുരുതരമായ കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. അതിക്രൂരമായാണ് ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്. പൊതുസമൂഹത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയേണ്ടുന്ന സമയമാണിത്. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും മാധ്യമങ്ങളെ പഴിചാരുകയും മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിഗുരുതരമായ ഈ പരാതി പുറത്തു വരുമ്പോൾ, അത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ നിയമത്തിന് മുന്നിൽ നിന്ന് പോലും ഓടി ഒളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. താൻ ഒരു MLA ആണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ട് പോലും, അല്ലെങ്കിൽ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് പോലും രാജിവെക്കാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കേസെടുത്ത സാഹചര്യത്തിൽ ഒളിവിൽ പോയിരിക്കുന്നു എന്നതാണ് ചിത്രം. രാഹുൽ ഇപ്പോൾ ഒളിവിലാണ്. രാഹുലിന്റെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകും എന്ന വിവരമാണ് വരുന്നത്.